ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അമേസിങ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നൊരു വൈറ്റ് പൊങ്കലാണ് ചെയ്യുന്നത്. അതിലേക്കായി പച്ചരി 1.5 കപ്പ്, ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, അതെല്ലാം കൂടെ നല്ലപോലെ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് എല്ലാം കൂടെ വരി ഇടുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം 2 പച്ചമുളക് കഴുകി 2ആയി കീറി അതിനകത്തേക്ക് ഇടുക. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കപ്പിലേക്കാണ് അരിയും പയറും അളന്നിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പിന് തന്നെ 2.5 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്ത് ചേർക്കേണ്ടതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് മാറ്റുന്നതാണ്. സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിലേക്ക് വയ്ക്കുന്നു. ഇത് 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് വരുന്നത് വരെ കാത്തിരിക്കാം. അതിന് ശേഷം നമുക്കൊരു വറവലുണ്ട്, അത് ഇടാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിൽ 1 സ്പൂൺ നെയ്യ് ചേർക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് നെയ്യ് 1 സ്പൂൺ അതിനകത്തേക്ക് ഇട്ടിട്ട് കശുവണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. അങ്ങനെ കശുവണ്ടിപ്പരിപ്പ് കോരിയെടുക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, കശുവണ്ടിപ്പരിപ്പായിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം ജീരകം കുരുമുളകും നെയ്യിലേക്ക് ഇടുന്നുണ്ട്. ജീരകവും കുരുമുളകും റെഡിയായി വന്നു തുടങ്ങി. ഇനി കറിവേപ്പില അതിലേക്ക് ഇടുന്നതാണ്. നല്ലതുപോലെ വറുത്തെടുത്ത് സെറ്റാക്കുക. പൊങ്കൽ റെഡിയായിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത് കോരിയ സാധനങ്ങളെല്ലാം തന്നെ മിക്സ് ചെയ്യാം. എല്ലാം കൂടെ വറുത്ത് കോരി അതിനകത്തിട്ട് മിക്സ് ചെയ്യാം. കശുവണ്ടി പരിപ്പും അതിനകത്ത് എടുത്തിടുക. എന്നിട്ട് വറുത്ത് കോരി എല്ലാം മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ ഗൈസിനും വളരെ വളരെ താങ്ക്സ്. അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.